ഹായ് നമസ്കാരം. നവകേരളം വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോകുന്നു കേട്ടോ. നമ്മുടെ മഹാരാജാവിൻ്റെ കേരള ചക്രവർത്തിയുടെ നവകേരള സൃഷ്ടിക്ക് വേണ്ടിയിട്ട് വലിയൊരു യാത്രയൊക്കെ നടത്തി നമ്മൾക്ക് വേണ്ടിയിട്ട് എന്തുമാത്രം കഷ്ടപ്പെട്ടു അദ്ദേഹം. കാരണം കഴിഞ്ഞ 37 ദിവസം അദ്ദേഹം ഒരു ബസ്സിൽ ഒറ്റയ്ക്ക് ഇരുന്ന്, കാരണം പണ്ടൊക്കെ നമ്മൾ സൈക്കിളജ്ഞമെന്ന് കേട്ടിട്ടുണ്ട്. ഒരു സൈക്കിൾ ചവിട്ടുന്ന ഒരാൾ ഇങ്ങനെ സൈക്കിളിൽ നിന്ന് ഇറങ്ങാതെ ഇങ്ങനെ സൈക്കിളിൽ തന്നെ ഇങ്ങനെ ചുറ്റിയടിച്ചുകൊണ്ടിരിക്കും, റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കും. ഒരു സൈക്കിൾ യജ്ഞം. എന്തൊരു കഷ്ടമാണ് ആ വ്യക്തി. അവിടെ ഇരുന്ന് തന്നെയാണ് കുളിക്കുന്നത്, അവിടെ ഇരുന്ന് തന്നെയാണ് എന്ത് പറയാം, അതെ അത് തന്നെ നമ്മൾ പറയുന്ന ആ വാക്ക്, അതെ അവിടെ ഇരുന്ന് ചെയ്യുന്നത് അത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ അതിനകത്തിരുന്നുകൊണ്ട് സൈക്കിൾ ഇരുന്നു കൊണ്ട് ഒന്നും രണ്ടും കുളിയും പല്ലുതേപ്പും ഒക്കെ നടത്തുന്ന ഒരു സൈക്കിളജ്ഞ എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു പണ്ട് കേട്ടോ. അറിയാമല്ലോ നമുക്ക്. ഒരു പക്ഷേ പുതിയ തലമുറകൾക്കും നമ്മുടെ പുതിയ പ്രേക്ഷകർക്കും ചിലപ്പോൾ അറിയില്ലായിരിക്കും, പക്ഷേ എന്നെ പോലുള്ള പഴയ പ്രേക്ഷകർക്ക് അതറിയാം സൈക്കിളജ്ഞം. അതുപോലൊരു ബസ്സജ്ഞം നടത്തി ഇപ്പോൾ, അല്ലെങ്കിൽ ഒരു യാത്രായജ്ഞം നടത്തി നമ്മുടെ മുഖ്യമന്ത്രി കേരളത്തിൻ്റെ ജനത്തിന് വേണ്ടി 37 ദിവസം ഒരു ബസ്സിനകത്ത് ഇരുന്ന് അവിടെ ഇരുന്ന് പല്ല് തേച്ച് അവിടെ ഇരുന്ന് പിന്നെ ഒന്നും രണ്ടിനും ഒക്കെ പോയി. എന്തൊരു കഷ്ടമാണ് കേട്ടോ നമ്മുടെ രാജ്യം. ഒരു നവരാജ്യം ഉണ്ടാക്കുക, ഒരു നവകേരളം ഉണ്ടാക്കുക, സത്യം പറഞ്ഞാൽ കോയ്മേർക്കൊള്ളും അല്ലേ നമ്മുടെ മുഖ്യമന്ത്രിയുടെ പ്രവർത്തനം. പക്ഷെ എന്തായാലും മുഖ്യമന്ത്രി നവകേരളം എന്തായാലും തട്ടിക്കൂട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മൾ കണ്ടതാണ് കേരളത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങറ്റം വരെ ഒരു പടയെ ഉണ്ടാക്കി, ഒരു സ്വകാര്യ പടയെ ഉണ്ടാക്കി പ്രതിഷേധിക്കുന്നവരെ തലക്കടിക്കുക. അതും ചെടിച്ചട്ടി കൊണ്ടോ ഹെൽമറ്റ് കൊണ്ടോ അടിക്കുക, അതല്ലെങ്കിൽ ഇരുമ്പ് ദണ്ടു അടിച്ചോ കുഴപ്പമില്ല ഞാനുണ്ട് എന്ന് പറഞ്ഞ് ഒരു സ്വകാര്യ സേനയെ സൃഷ്ടിക്കാൻ ശ്രമിച്ചു. പോലീസ് നിഷ്ക്രിയമായി നോക്കിക്കൊണ്ടു നിന്നു. അതൊന്നും നമ്മൾ കണ്ടു നവകേരളം എന്ന് പറയുന്നത്. പിന്നീട് കണ്ടത് ഈ മാധ്യമങ്ങളാണ് കുഴപ്പക്കാർ. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പാടുപെട്ട് 37 ദിവസം ബസ്സിൽ വന്നിട്ട് ഇവനൊക്കെ ഈ പ്രതിഷേധക്കാരെ മാത്രം കേന്ദ്രീകരിച്ചു, അവരുടെ മാത്രം കൊടുത്തു. ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യുന്നതോ ഞാൻ വന്നുന്ന ഓരോരോ പ്രസംഗങ്ങൾ ഇങ്ങനെ തള്ളുന്നതോ ഒന്നും യവന്മാർ വാർത്ത കൊടുത്തില്ല. എന്നാൽ പിന്നെ അവനെ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് മാധ്യമങ്ങൾക്കെതിരെ പിന്നെ മുഖ്യമന്ത്രി ഇറങ്ങി തിരിച്ചു. ആദ്യം എല്ലാ പ്രാവശ്യവും പിന്നെ ഇടതുപക്ഷ ഗവൺമെന്റിനെ പിന്താങ്ങിക്കൊണ്ടിരുന്ന ഒരു ചാനൽ 24 തന്നെ ആദ്യമിട്ട് തലയ്ക്ക് കൊടുത്തു. ഒരു പെൺകുട്ടിക്കെതിരെ കേസെടുത്തു. പിന്നെ നമ്മുടെ അതിൻ്റെ പ്രമുഖനായ പിന്നെ ശ്രീകണ്ഠൻ നായർ ആകപ്പാടെ വിരളിപ്പുണ്ട്. അദ്ദേഹം ദേഷ്യപ്പെട്ട് പറഞ്ഞു ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം കോടതിയിലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഇതാ പിന്നെ ജനം TV-യുടെ 3 പിന്നെ റിപ്പോർട്ടർമാർക്കും ഫോട്ടോഗ്രാഫർക്കും എതിരായിട്ട് നോട്ടീസ് അയച്ചിരിക്കുന്നു. കാരണം അവിടെ DGP-യുടെ ഓഫീസിൽ യുവമോർച്ചക്കാര് അകത്ത് കയറി 5 വനിതകൾ, യുവമോർച്ച വനിതകൾ 5 പേര് ഈ DGP-യുടെ വീട്ടിനകത്ത് കയറി വീട്ടിൻ്റെ മുറ്റത്ത് പോയിരുന്ന് പ്രതിഷേധിച്ചു. അത് റിപ്പോർട്ട് ചെയ്തു, അത് കവർ ചെയ്തു എന്നാണ് ഇപ്പോൾ കുറച്ച് പത്രക്കാരുടെ പേരിലെടുത്തിരിക്കുന്ന കേസ്. 5 പത്രക്കാരുടെ പേരിലാണ് കേസെടുത്തത്. പക്ഷേ 3 പേരുടെ പേരിൽ ഇപ്പോൾ നോട്ടീസ് അയച്ചിട്ടുണ്ട്. 3 പേരും ജനം TV-യിലെ പിന്നെ റിപ്പോർട്ടർമാരാണ്, ഫോട്ടോഗ്രാഫർമാരാണ്. ഇനി അടുത്ത് വരാൻ പോകുന്നത് മറ്റ് ചില ചാനലുകളുണ്ട്. അങ്ങനെ പൊതുവിൽ ഞങ്ങൾ ഈ നവകേരളം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഈ രാജ്യത്തെ മാധ്യമങ്ങളെ ഞങ്ങൾ ഇല്ലാതാക്കും, അതുപോലെ പോലീസിനെ ഞങ്ങൾ നിഷ്ക്രിയരാക്കും, പോലീസിന് പകരം ഞങ്ങൾ സ്വകാര്യ DYFI സേന ഉണ്ടാക്കും. അങ്ങനെ നമുക്ക് ആഘോഷിക്കാം ഒരു പുതു നവ കേരളം.